സൗത്ത് പസഫിക് ഓഷനിൽ ടോങ്ക എന്നുപേരുള്ള ചെറിയൊരു ദ്വീപ സമൂഹമുണ്ട്. ഈ ദ്വീപുകളുടെ കൂട്ടത്തിൽ ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ് ഐലൻഡ് ഓഫ് അട്ടാപ്പ്. 1860കളുടെ തുടക്കത്തിൽ ആ ദ്വീപിൽ കുറച്ച് ഗോത്രവർഗക്കാർ മാത്രമാണ് ജീവിച്ചിരുന്നത്. കടലിലൂടെയുള്ള വലിയ യാത്രകൾ ഭയന്നിരുന്ന അവർക്ക് പുറം ലോകമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ആ ദ്വീപിലെ കാടുകളിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നു. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനത്തോടെയായിരുന്നു അവർ അവിടെ ജീവിച്ചിരുന്നത്. ആ സമയത്താണ് പെറുവിൽ നിന്നുമുള്ള ഒരു കപ്പൽ ആ ദ്വീപിലെത്തിയതും ആ ദ്വീപിലുള്ള എല്ലാ ആണുങ്ങളെയും കീഴ്പ്പെടുത്തി സ്ത്രീകളെയെല്ലാം അടിമകളാക്കി കപ്പലിൽ കയറ്റി കൊണ്ടുപോയതും. ഇതോടെ പുതിയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ, ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ആ ദ്വീപിൽ ഒരു സ്ത്രീ പോലുമില്ലാതായി. ഈ സംഭവം നടന്ന് 100 വർഷങ്ങൾക്ക് ശേഷം 1965 ടോങ്കൻ ദ്വീപസമൂഹത്തിലെ തന്നെയുള്ള ടോങ്ക ടാപ്പു എന്ന ഐലൻഡിലെ കുറച്ച് കുട്ടികൾ ആ ദ്വീപിൽ എത്തിപ്പെടുന്നു. ആ ദ്വീപിൽ വെച്ച് ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്, അവിടെ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ എന്നെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം. വെൽക്കം ബാക്ക്. ടോങ്കൻ ഐലൻഡിലെ ജനവാസമുള്ള ദ്വീപുകളിലൊന്നാണ് ടോങ്ക ടാപ്പു. 1965 കാലഘട്ടത്തിൽ ആ ദ്വീപിലുണ്ടായിരുന്ന മിക്ക കുട്ടികളും പഠിക്കാൻ പോയിരുന്നത് സെന്റ് ആൻഡ്രൂസ് ബോർഡിംഗ് സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളിൽ അഡ്വഞ്ചറസ് യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന 6 ടീനേജ് ബോയ്സ് ഉണ്ടായിരുന്നു. മനോ, സിയോൺ, സ്റ്റീഫൻ, കോലൻ, ഡേവിഡ്, ല്യൂക്ക്. ഇവരുടെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും പ്രായക്കൂടുതലുള്ളത് മനോയ്ക്കായിരുന്നു. 15 വയസ്സ്. അവൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്നതും. അങ്ങനെ ഒരിക്കൽ ഇവർ 6 പേരും ചേർന്ന് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ടോങ്ക ടാപ്പു ഐലൻഡിൽ നിന്നും ഫിജി ഐലൻഡിലേക്ക് ഒരു ബോട്ട് യാത്ര. ഏകദേശം 750 കിലോമീറ്ററോളം കടലിലൂടെയുള്ള യാത്രയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ ആ യാത്രയ്ക്ക് തയ്യാറെടുത്തു. ഒരു ബോട്ട് വാങ്ങിക്കാനോ വാടകയ്ക്കെടുക്കാനോ ഉള്ള പണം തങ്ങളുടെ കയ്യിലുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതോടെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആരുടെയെങ്കിലും ബോട്ട് മോഷ്ടിച്ച് കടന്നുകളയാനാണ് അവർ തീരുമാനിച്ചത്. ഒടുവിൽ അവർ പ്ലാൻ ചെയ്ത ദിവസം വന്നെത്തി. യാത്ര പോവാൻ തയ്യാറായി എല്ലാവരും കടൽ തീരത്തെത്തി. ഈയൊരു യാത്രയ്ക്ക് ഇവരുടെ പാരന്റ്സ് സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടായിരുന്നു ഇവരുടെ ഒരുക്കങ്ങളെല്ലാം നടന്നത്. യാത്രയ്ക്കായി ഇവരുടെ കൈവശമുണ്ടായിരുന്നതാവട്ടെ ഒരു ക്യാൻ വെള്ളം, ഫ്രൂട്ട്സ്, കുറച്ചധികം നാളികേരങ്ങൾ, ഒരു സ്റ്റൗ, പിന്നെ എല്ലാവർക്കും ധരിക്കാനായി ഒരു ജോഡി ഡ്രസ്സും. ഒരു മാപ്പോ കോമ്പസോ ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ കയ്യിൽ കരുതാതെ കടലിലൂടെ 750 കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ ഇവർ തയ്യാറെടുക്കുമ്പോൾ തന്നെ അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ യാത്ര തങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് തങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രയാസം കൂടിയ ദിവസങ്ങളായിരിക്കുമെന്ന് അപ്പോൾ അവർക്കാർക്കും അറിയില്ലായിരുന്നു. ഇവർ കടൽ തീരത്ത് നിർത്തിയിട്ടിരുന്ന ബോട്ടുകളിൽ ഏത് ബോട്ട് മോഷ്ടിക്കണമെന്ന ആലോചനയിലായിരുന്നു. ആ സമയത്താണ് ആ കടൽ തീരത്തുള്ള ഒരു ഫിഷർമാൻ തന്റെ ബോട്ടിൽ നിന്നും ഇറങ്ങി കുറച്ച് ദൂരത്തേക്ക് നടന്നു പോകുന്നത് അവർ കണ്ടത്. ആ ഫിഷർമാന്റെ പേരായിരുന്നു ടാനിയേല ഉഹീല. ടാനിയേല തന്റെ ബോട്ടിൽ നിന്നും കുറച്ച് അകലെയെത്തിയ ഉടനെ തന്നെ ഇവർ 6 പേരും ആ ബോട്ടിലേക്ക് ഓടിക്കയറുകയും ബോട്ട് കടലിലേക്ക് ഇറക്കി മുന്നോട്ട് പോവാനും തുടങ്ങി. ഇത് കണ്ട് ടാനിയേല അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ കുട്ടികൾ അയാളുടെ ബോട്ടും കൊണ്ട് കുറച്ചധികം ദൂരം മുന്നോട്ട് പോയിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു. യഥാർത്ഥത്തിൽ ടാനിയേല പരാതി നൽകിയത് കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ എങ്ങനെയാണ് മിസ്സിംഗ് ആയത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത്. പോലീസിൽ പരാതി കൊടുത്തതിനു ശേഷം ടാനിയേല തന്റെ ബോട്ട് തിരിച്ച് കരയിലേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് അതേ കടൽ തീരത്ത് തന്നെ കാത്തിരിക്കാൻ തുടങ്ങി. ഈ സമയം മനോയും കൂട്ടരും കടലിലൂടെ കുറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും ശക്തിയോടുകൂടി കാറ്റും മഴയും വന്നു. അതിശക്തമായ കാറ്റിൽ അവരുടെ ബോട്ട് ആടി ഉലയാൻ തുടങ്ങി. ബോട്ടിനെ നിയന്ത്രിക്കാൻ അവർ വളരെ കഷ്ടപ്പെട്ടു. ഇതിനിടയിൽ അവരുടെ ബോട്ടിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ ക്യാനും ബാഗും ഭക്ഷണ സാധനങ്ങളുമെല്ലാം ബോട്ടിൽ നിന്നും കടലിലേക്ക് തെറിച്ചു വീണു. കാലാവസ്ഥ കൂടുതൽ മോശമാവുകയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ അവർ ബോട്ട് കരയിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അതിന് സാധിച്ചില്ല. കാരണം അവർ മോഷ്ടിച്ചു കൊണ്ടുപോയത് വളരെ പഴയൊരു ബോട്ടായിരുന്നു. പോരാത്തതിന് ബോട്ടിലെ ദിശ മാറ്റാൻ സഹായിക്കുന്ന റഡർ പൊട്ടിപ്പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിനി ആ ബോട്ട് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് മനോയ്ക്കും കൂട്ടർക്കും മനസ്സിലായി. പതിയെ കാറ്റും മഴയും മാറി. അപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിയിരുന്നു.
മനോയും കൂട്ടരും പേടിച്ച് ബോട്ടിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ അവർക്ക് കാണാൻ കഴിഞ്ഞത് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കടൽ മാത്രമാണ്. കണ്ണെത്തും ദൂരത്തെങ്ങും ഒരു കരയുള്ളതിന്റെ ലക്ഷണം പോലുമില്ല. അപ്പോഴും അവരുടെ ബോട്ട് കാറ്റിന്റെ ദിശയനുസരിച്ച് എങ്ങോട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശപ്പും ദാഹവും അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ഇനി അവരുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് കുറച്ച് തേങ്ങകൾ മാത്രമാണ്. അവരത് കുറച്ചായി തിന്നാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയതോടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന തേങ്ങയും തീർന്നുപോയി. ഭക്ഷണവും വെള്ളവുമില്ലാതെ തളർന്നുപോയ അവർക്ക് ബോട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ യാത്ര തുടങ്ങിയതിന്റെ 4-ാം നാൾ രാത്രിയിൽ വീണ്ടും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അവർ ആ ബോട്ടിലുണ്ടായിരുന്ന കുറച്ച് കുപ്പികളിൽ ചിരട്ടയുപയോഗിച്ച് വെള്ളം നിറച്ചു വെച്ചു. അവർ ആ കുപ്പികളിൽ നിറച്ചു വെച്ച വെള്ളം മാത്രം കുടിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി തള്ളി നീക്കി. ദിവസങ്ങൾ ഓരോന്നായി കഴിയുന്തോറും അവരെല്ലാവരും ക്ഷീണിച്ച് തളർന്നു വീഴാൻ തുടങ്ങി. അപ്പോഴെല്ലാം അവരുടെ ബോട്ട് കാറ്റിന്റെ ദിശയിൽ നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവർ യാത്ര തുടങ്ങിയതിന്റെ 8-ാമത്തെ ദിവസം രാത്രിയിൽ അവരുടെ മുന്നിൽ ഒരു ദ്വീപ് കാണാൻ തുടങ്ങി. ഭാഗ്യവശാൽ ആ ബോട്ട് സഞ്ചരിക്കുന്നതും ആ ദ്വീപിന് നേർക്കാണ്. ദൂരെ നിന്നും ആ ദ്വീപ് കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ പ്രതീക്ഷകൾ വന്നു തുടങ്ങി. എങ്ങനെയെങ്കിലും ആ ദ്വീപിലെത്തിയാൽ അവിടെയുള്ള ആളുകളുടെ സഹായത്തോടെ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോവാൻ സാധിക്കും. അതിലുപരി അവരുടെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണവും ആ ദ്വീപിലുള്ള ആളുകൾ തരുമെന്ന പ്രതീക്ഷയിൽ ബോട്ട് ദ്വീപിനടുത്തേക്ക് നീങ്ങുന്നതുവരെ അവർ ക്ഷമയോടെ കാത്തിരുന്നു. പതിയെ ബോട്ട് ഐലൻഡിനടുത്തെത്തി. പക്ഷേ ആ കടൽ തീരത്തെവിടെയും മനുഷ്യവാസമോ വെളിച്ചമോ ഒന്നും കാണാനില്ലായിരുന്നു. ഒരുപക്ഷെ ആ കടൽ തീരത്ത് എന്തെങ്കിലും അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും അവർക്ക് തോന്നി തുടങ്ങി. പക്ഷേ അവരുടെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ട് ഓരോരുത്തരായി ബോട്ടിൽ നിന്നും വെള്ളത്തിലേക്കിറങ്ങി ദ്വീപിലേക്ക് നീന്തി കയറി. ദിവസങ്ങൾക്ക് ശേഷം മണ്ണിൽ കാലുകുത്തിയ ആ 6 പേരും തളർന്നു ക്ഷീണിച്ച് ആ കടൽ തീരത്ത് തന്നെ കിടന്നുറങ്ങി. ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഐലൻഡ് ഓഫ് അട്ടയിലാണ്. പെറുവിൽ നിന്നുമുള്ള കപ്പൽ ഐലൻഡ് ഓഫ് അട്ടയിലെ ആളുകളെ മുഴുവൻ ആക്രമിച്ച് ആ ദ്വീപിലെ സ്ത്രീകളെയെല്ലാം അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം അവിടേക്ക് മറ്റൊരു കപ്പൽ വന്നിറങ്ങിയതിന് തെളിവൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ദ്വീപിൽ അവശേഷിച്ചിരുന്ന പുരുഷന്മാരെല്ലാവരും കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ആ 6 കുട്ടികളും കടൽ തീരത്തു നിന്നും ദ്വീപിനകത്തേക്ക് നടക്കാൻ തുടങ്ങി. മനുഷ്യരാരെങ്കിലും ഉണ്ടോ എന്ന് കുറെ നേരം നോക്കിയിട്ടും അവർക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. ആ ദ്വീപിൽ നിന്നും അവർക്ക് കല്ലുകൊണ്ടുണ്ടാക്കിയ മൂർച്ചയുള്ള കുറച്ച് ആയുധങ്ങൾ കിട്ടി. ഈ ആയുധങ്ങളെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലായി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ദ്വീപിൽ മനുഷ്യവാസമില്ല എന്നുള്ള കാര്യം ആ കുട്ടികൾ തിരിച്ചറിഞ്ഞു. നിലവിലവിടെ മനുഷ്യവാസമില്ലെങ്കിലും ഒരു കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നതുകൊണ്ട് തന്നെ തെങ്ങുകളും പപ്പായ മരങ്ങളുമെല്ലാം അവിടെ ധാരാളമുണ്ടായിരുന്നു. അതിൽ നിന്നും തേങ്ങയും പപ്പായ പഴങ്ങളും കഴിച്ച് തൽക്കാലത്തേക്ക് അവർ വിശപ്പടക്കി. അതിനുശേഷം അവർ ആ ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ മലയിലേക്ക് കയറാൻ തുടങ്ങി. അവർ ആ മലയുടെ മുകളിലെത്തിയപ്പോഴാണ് അവിടെ ധാരാളം കടൽ പക്ഷികളെ കണ്ടത്. അന്ന് വൈകുന്നേരം വരെ അവർ ആ മലമുകളിൽ ചിലവഴിച്ചു. ധാരാളം കടൽ പക്ഷികളെ പിടികൂടി അതിനെയെല്ലാം പച്ചയ്ക്ക് തിന്നുകയും ചെയ്തു. നേരം ഇരുട്ടി തുടങ്ങി. ആ ദ്വീപിൽ ഏതെങ്കിലും വന്യമൃഗങ്ങളുണ്ടെങ്കിൽ രാത്രിയിൽ തങ്ങളെ ആക്രമിക്കുമെന്ന ഭയത്തിൽ അവരെല്ലാവരും ഓരോ മരത്തിന്റെ മുകളിൽ കയറി മരക്കമ്പുകളിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. ആ ദ്വീപിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടണമെങ്കിൽ പുറമേ നിന്നും ആരെങ്കിലും ഇവരെ അന്വേഷിച്ച് ആ ദ്വീപിലെത്തണം. അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ചു വരുന്നതുവരെ ആ ദ്വീപിൽ തുടരണമെങ്കിൽ താമസിക്കാനൊരു ഷെൽട്ടറും ഭക്ഷണവും കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആ 6 പേരും ചേർന്ന് ആദ്യം ഒരു കൊച്ചു വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി കല്ലും മരങ്ങളും തെങ്ങോലകളും ശേഖരിച്ചു. 2 ആഴ്ചത്തെ പരിശ്രമങ്ങൾ വേണ്ടിവന്നു അവർക്കൊരു കൊച്ചു കൂടാരമുണ്ടാക്കാൻ. അവരവർക്കുള്ള ജോലികൾ അവർ മുന്നേ കൂട്ടി തീരുമാനിച്ചിരുന്നു. അതിൽ ഒരാളുടെ ജോലി ഭക്ഷണം പാചകം ചെയ്യലും തണുപ്പ് മാറ്റാനുള്ള തീയുണ്ടാക്കലുമാണെങ്കിൽ മറ്റൊരാൾ വിറകുകൾ ശേഖരിക്കാൻ പോവും. മറ്റുള്ളവർ ഉയരത്തിലുള്ള മലമുകളിൽ കയറി എല്ലാ ദിവസവും കടൽ പക്ഷികളെ പിടിച്ചുകൊണ്ടുവരും. ഇവർ പിടിച്ചുകൊണ്ടുവരുന്ന പക്ഷികളെ എല്ലാവരും ചേർന്ന് ചുട്ടുതിന്നും. ഇതിനു പുറമെ ആ ദ്വീപിലുള്ള തെങ്ങ്, വാഴ, പപ്പായ എന്നീ മരങ്ങൾ കൃത്യമായി പരിപാലിക്കണം. അതിനു പുറമെ എല്ലാ ദിവസവും ഒരാൾ കടൽ തീരത്ത് പോയി കാത്തിരിക്കും. അതുവഴി ഏതെങ്കിലും കപ്പലോ ബോട്ടോ കടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കലായിരുന്നു അവന്റെ ജോലി. കാരണം അവിടെ നിന്നും രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു.
ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും അവർ ഒറ്റക്കെട്ടായി നിന്ന് ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ആ ദ്വീപിൽ കടൽ പക്ഷികൾക്ക് പുറമെ കോഴികളുണ്ട് എന്നും അവർക്ക് മനസ്സിലായി. വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യവാസമുള്ള കാലത്ത് അവർ വളർത്തിയ കോഴികളായിരുന്നു അത്. അവ പെറ്റുപെരുകി ഇന്നും ആ ദ്വീപിലുണ്ട്. ഇതോടെ കടൽ പക്ഷികളുടെ കൂട്ടത്തിൽ കോഴികളെയും അവർ പിടിച്ച് ഭക്ഷണമാക്കാൻ തുടങ്ങി. അവർക്ക് താമസിക്കാനുള്ള വീടും ആവശ്യത്തിന് ഭക്ഷണവും ലഭിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോവാൻ സാധിക്കാത്തതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോകുന്തോറും അവരുടെ സർവൈവൽ സ്കില്ലും മനക്കരുത്തും കൂടിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. 6 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം കടൽ പക്ഷികളെ പിടിക്കാൻ പോയ ഇവരുടെ കൂട്ടത്തിലെ സ്റ്റീഫൻ എന്ന പയ്യൻ ഒരു വലിയ പാറയുടെ മുകളിൽ നിന്നും വീഴുകയും അവന്റെ കാലൊടിയുകയും ചെയ്തു. പരിക്ക് പറ്റിയ സ്റ്റീഫനെ ബാക്കിയുള്ള 5 പേരും ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷിച്ചു. കുറച്ചു ദിവസങ്ങൾ സ്റ്റീഫന്റെ എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ അവർ ചെയ്തു കൊടുത്തു. പതിയെ പതിയെ സ്റ്റീഫന്റെ അസുഖം ഭേദമായി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവർ പരമാവധി ആസ്വദിച്ച് ജീവിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പക്ഷിത്തൂവലുകൾ കൊണ്ട് ഷട്ടിൽ കോർക്കുണ്ടാക്കി കളിക്കുകയും ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് എക്സസൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അവരാ ദ്വീപിലകപ്പെട്ട് 15 മാസങ്ങൾ കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം മനോ കടൽ തീരത്ത് വന്നിരുന്ന് ഏതെങ്കിലും കപ്പലോ ബോട്ടോ അതുവഴി വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നു. ആ സമയത്താണ് ദൂരെ നിന്നും ഒരു കപ്പൽ അതുവഴി പോകുന്നത് മനോ കണ്ടത്. ഉടനെ തന്നെ മനോ തന്റെ കൂട്ടുകാരിയെല്ലാം അവിടേക്ക് വിളിച്ചു വരുത്തി. അവരെല്ലാവരും ചേർന്ന് ആ കപ്പലിനെ നോക്കി കൈവീശി കാണിച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആ കപ്പലിൽ നിന്നും ഒരാൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാളുടെ പേരാണ് പീറ്റർ വാർണർ. ആ കപ്പലിന്റെ ഉടമസ്ഥനാണ് പീറ്റർ വാർണർ. കടലിലൂടെയുള്ള യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഓസ്ട്രേലിയക്കാരനായ ഒരു ധനികനാണ് പീറ്റർ വാർണർ. ഐലൻഡ് ഓഫ് ടോങ്കയെ ലക്ഷ്യം വെച്ചാണ് പീറ്റർ ഈ യാത്ര തുടങ്ങിയത്. പീറ്ററിന്റെ കപ്പൽ ഈ കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്ന ഐലൻഡ് ഓഫ് അട്ടയുടെ അടുത്തുകൂടി പോകുമ്പോഴാണ് ആ ദ്വീപിൽ നിന്നും പുകയുയരുന്നത് പീറ്ററിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പീറ്റർ വാർണറിന്റെ അസിസ്റ്റന്റായ ജസ്റ്റിൻ ഡേവിഡ് പറഞ്ഞത് ആ ദ്വീപിൽ കഴിഞ്ഞ 100 വർഷത്തോളമായി മനുഷ്യവാസമില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ ആ ദ്വീപിൽ നിന്നും പുക ഉയരുന്നത് കണ്ടതോടെ പീറ്ററിന് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ആകാംക്ഷ തോന്നി. അങ്ങനെയാണ് ആ കപ്പൽ ഐലൻഡ് ഓഫ് അട്ടയിലേക്ക് തിരിച്ചതും തീരത്തു നിന്നും ഈ കുട്ടികൾ കൈവീശി കാണിക്കുന്നത് പീറ്റർ വാർണർ കണ്ടതും. മാസങ്ങളോളം ആ ദ്വീപിൽ ഒറ്റപ്പെട്ടുപോയ ആ കുട്ടികളുടെ ഡ്രസ്സെല്ലാം കീറിപ്പറിഞ്ഞിരുന്നു. പോരാത്തതിന് മുടിയൊന്നും വെട്ടാതെ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഇവരെ കാണാൻ ഗോത്രവർഗക്കാരെ പോലെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കുമോ എന്ന് പീറ്റർ വാർണറിന് ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു. അതിനാൽ കപ്പൽ ആ ഐലൻഡിലേക്ക് കൂടുതൽ അടുപ്പിച്ചില്ല. കപ്പൽ തങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ദ്വീപിൽ കാത്തുനിന്ന കുട്ടികൾക്ക് തോന്നി തുടങ്ങിയതോടെ അവരുടെ മുന്നിൽ മറ്റു മാർഗമില്ലാതായി. ഉടനെ തന്നെ മനോ കടലിലേക്ക് ഇറങ്ങി കപ്പലിനടുത്തേക്ക് നീന്താൻ തുടങ്ങി. ഇത് കണ്ടതും പീറ്റർ വാർണർ തന്റെ കപ്പലിലെ സ്റ്റാഫുകളെയെല്ലാം വിളിച്ചുകൂട്ടി. അവരുടെ കൂട്ടത്തിലെ കുറച്ചുപേരുടെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. മനോ നീന്തി ആ കപ്പലിന്റെ തൊട്ടടുത്തെത്തിയപ്പോഴാണ് ആ കപ്പലിലെ ആളുകൾ തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് അവൻ കണ്ടത്. ഉടനെ തന്നെ തന്നെ ഷൂട്ട് ചെയ്യരുതെന്നും തങ്ങളെ രക്ഷിക്കണമെന്നും സഹായിക്കണമെന്നും പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. മനോ ഇംഗ്ലീഷിലാണ് സഹായം അഭ്യർത്ഥിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ഗോത്രവർഗക്കാരനല്ല എന്ന് പീറ്റർ വാർണറിന് മനസ്സിലായി. അയാൾ ഉടനെ തന്നെ മനോയ്ക്ക് ഒരു കയറിട്ട് കൊടുക്കുകയും അവൻ ആ കയറിൽ പിടിച്ച് കപ്പലിലേക്ക് കയറുകയും ചെയ്തു. തുടർന്ന് മനോ അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ബോട്ട് മോഷ്ടിച്ച് ഫിജി ഐലൻഡിലേക്ക് യാത്ര തിരിച്ചതും ഇവരെങ്ങനെ ഈ ഐലൻഡിൽ എത്തിപ്പെട്ടത് എന്നും ഇത്രയും മാസങ്ങളോളം ഇവിടെ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളതുമെല്ലാം വളരെ വിശദമായി തന്നെ മനോ പീറ്റർ വാർണറിന് പറഞ്ഞുകൊടുത്തു. ഇതെല്ലാം കേട്ടതിനു ശേഷം പീറ്റർ കപ്പൽ ഐലൻഡിലേക്ക് കുറച്ചുകൂടി അടുപ്പിച്ചു. ശേഷം ഐലൻഡിലുള്ള മറ്റ് 5 കുട്ടികളും ആ കപ്പലിലേക്ക് നീന്തി കയറുകയും അവരെല്ലാവരും ഐലൻഡ് ഓഫ് ടോങ്ക ടാപ്പു ലക്ഷ്യമാക്കി യാത്രയാരംഭിക്കുകയും ചെയ്തു. പീറ്റർ വാർണറിന് ഈ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായും വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം 15 മാസത്തോളം ഈ ഐലൻഡിൽ ഈ ചെറിയ കുട്ടികൾ സർവൈവ് ചെയ്യുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ പീറ്റർ പെട്ടെന്ന് ടോങ്ക ടാപ്പു ഐലൻഡിലുള്ള തന്റെ സുഹൃത്തിനെ കോണ്ടാക്ട് ചെയ്ത് ഈ കുട്ടികൾ പഠിച്ച സെന്റ് ആൻഡ്രൂസ് ബോർഡിംഗ് സ്കൂളിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലുമെല്ലാം പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കാൻ ആവശ്യപ്പെട്ടു. കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പീറ്റർ വാർണറിന്റെ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ആ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്നും കുട്ടികളെ കാണാതായി 6 മാസം കഴിഞ്ഞു എന്നും അദ്ദേഹത്തിന് വിവരം ലഭിച്ചു.
ഇവർക്കെന്തോ അപകടം പറ്റിയെന്നും കടലിൽപ്പെട്ട് കുട്ടികളെല്ലാവരും മരിച്ചുപോയി എന്നും തങ്ങളുടെ മക്കൾ ഇനി ജീവനോടെ തിരിച്ചു വരികയില്ല എന്നും തെറ്റിദ്ധരിച്ച് അവരുടെ പാരന്റ്സ് എല്ലാം ഇവർക്ക് വേണ്ടി മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തിയിരുന്നു. അതുപോലെ പോലീസ് ഉൾപ്പെടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ട പീറ്റർ വാർണർ അവരുമായി ടോങ്ക ടാപ്പോ ഐലൻഡിലെത്തി. ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ പാരന്റ്സ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദ്വീപിലെത്തിയ ഉടനെ തന്നെ ആ 6 കുട്ടികളെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നും ആ കുട്ടികളെ നേരെ കൊണ്ടുപോയത് അവരുടെ വീടുകളിലേക്കല്ല, മറിച്ച് ജയിലിലേക്കാണ്. കാരണം ഈ 6 കുട്ടികളും ചേർന്ന് ഒരു ഫിഷർമാന്റെ ബോട്ട് മോഷ്ടിച്ചിട്ടാണ് ആ ദ്വീപിൽ നിന്നും കടന്നു കളഞ്ഞത്. അന്ന് തന്നെ ടാനിയേല എന്ന ആ ഫിഷർമാൻ ഇവർക്കെതിരെ കേസ് കൊടുത്തിരുന്നു. ഇവർ തിരിച്ചെത്തിയെന്ന വാർത്തയറിഞ്ഞതോടെ ആ ഫിഷർമാൻ വീണ്ടും ഇവർക്കെതിരെ പരാതി കൊടുത്തു. ഇതിനെ തുടർന്നാണ് പോലീസ് ആ കുട്ടികളെ അറസ്റ്റ് ചെയ്തത്. പീറ്റർ വാർണർ ആ ഫിഷർമാനെ നേരിൽ കണ്ട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തനിക്കൊരു പുതിയ ബോട്ട് ലഭിക്കാതെ ഈ പരാതി പിൻവലിക്കില്ല എന്ന് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു. കാരണം ആ ഒരു ബോട്ട് വെച്ചാണ് ടാനിയേല അദ്ദേഹത്തിന്റെ ഉപജീവനം നടത്തിയിരുന്നത്. അതാണ് ഈ കുട്ടികൾ നഷ്ടപ്പെടുത്തിയത്. ഇത് മനസ്സിലാക്കിയ പീറ്റർ വാർണർ ടാനിയേലയ്ക്ക് പുതിയൊരു ഫിഷിംഗ് ബോട്ട് വാങ്ങിച്ചു കൊടുത്തു. സ്വാഭാവികമായും അദ്ദേഹം ആ പരാതി പിൻവലിക്കുകയും ആ കുട്ടികളെല്ലാവരും ജയിൽ മോചിതരാവുകയും ചെയ്തു. ഈ 6 കുട്ടികളുടെയും സർവൈവൽ സ്റ്റോറി ഒരു ഡോക്യുമെന്ററി ആക്കിയാൽ വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ പീറ്റർ വാർണർ ആ കുട്ടികളുടെ സമ്മതത്തോടെ തന്നെ സിഡ്നിയിലെ ന്യൂസ് 7 എന്ന ചാനലുമായി കൂടിച്ചേർന്ന് ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചു. അതിന്റെ കോപ്പിറൈറ്റും പീറ്റർ വാർണറിന് ലഭിച്ചു. ഈ ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നതോടെ പീറ്റർ വാർണറിന് നല്ല പ്രോഫിറ്റ് ലഭിക്കുകയും ഇവരുടെ സർവൈവൽ സ്റ്റോറി പുറം ലോകം അറിയുകയും ചെയ്തു. പീറ്റർ വാർണർ ഈ കുട്ടികളെ ചൂഷണം ചെയ്യുകയാണെന്നും ഇവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പുറത്തു കാണിച്ച് കാശുണ്ടാക്കുകയാണ് എന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഈ ആരോപണങ്ങൾക്കെതിരെ ആ 6 കുട്ടികൾ തന്നെ രംഗത്ത് വന്നു. പീറ്റർ വാർണർ അന്ന് ഐലൻഡ് ഓഫ് ആട്ടയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ ജീവനോടെ അവിടെ നിന്നും പുറത്തു വന്നിട്ടുണ്ടാവില്ല എന്നും അതിനാൽ പീറ്റർ വാർണറിനോട് തങ്ങൾ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ആ കുട്ടികൾ പറഞ്ഞത്. ഇതിനെ തുടർന്ന് എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങുകയും ആ കുട്ടികളുടെ സർവൈവൽ സ്റ്റോറി ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.